നമ്മുടെ മക്കൾക്ക് അമ്മമാരുണ്ടാക്കി കൊടുക്കുന്ന കറികളിൽ ചിലതിന് ഭയങ്കര ഇഷ്ടമാണ്. എന്നും ഉണ്ടാക്കി തരണം എന്ന് പറയും. അപ്പോൾ കുറേ കറികളുണ്ട് കേട്ടോ, അവനങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമുള്ള കറികൾ. അപ്പോൾ അതിലൊന്നാണ് ഇത്. അപ്പോൾ അവൻ്റെ ഫേവറേറ്റുമാണ്. മാത്രമല്ല ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കാത്ത വളരെ സിമ്പിളും ടേസ്റ്റും ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാത്തരം പലഹാരങ്ങൾക്കും ഇത് കഴിക്കാൻ പറ്റിയ ഒന്നുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. കുറച്ച് തേങ്ങാപ്പാലെടുത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ ഒറ്റ പാൽ മതി കേട്ടോ, 2, 3 ഒന്നും നമുക്കിത് ആവശ്യമില്ല. 1 പാൽ എടുത്തിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്ത് വയ്ക്കുക. അത് മാറ്റി വയ്ക്കാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉഴുന്നും 2 ടീസ്പൂൺ പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ഒന്ന് മൂത്ത് വരുമ്പോൾ പൊട്ടുകടല ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ പിന്നെ ഒരു 4-5 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒന്നിത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു കൈപ്പിടി അളവിൽ മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വാട്ടിയെടുക്കാം. ഇതുപോലെ നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വയ്ക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കുറേയൊന്നും ഒഴിക്കണ്ട, ഇത് നല്ലപോലെ ഒന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രമാണ്. നല്ലപോലെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്കിയുള്ള തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. ഇതിലേക്ക് കടുകോ കറിവേപ്പിലൊന്നും വറുത്തിടരുത് കേട്ടോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മൊത്തം പോയി കിട്ടും. അപ്പം നമ്മുടെ നല്ലൊരു കറി ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഞാനിതിന് ഇതുവരെ പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം. അപ്പം ഈ തേങ്ങാപ്പാൽ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒത്തിരി ഇഷ്ടമാവും. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്താൽ സന്തോഷം.